നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാലിയാർ ഒരു മരണപ്പുഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ 38 കിലോമീറ്ററോളം ഒഴുകി കരയ്ക്കടിഞ്ഞത് 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളുമെന്ന ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവരികയാണ്. മുണ്ടക്കൈ പള്ളി ഇമാം, ഗൂണ്ടല്ലൂർ മണ്ണാത്തിവയൽ സ്വദേശി ഷിഹാബ് ഫൈസി, ചൂരൽമല ആമക്കുഴിയിൽ സക്കീറിന്റെയും തബിയയുടെയും മകളും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിൻഹ ഷെറിൻ, ചൂരൽമല ചിലക്കര വീട്ടിൽ ഉബൈദിന്റെ മകൾ സിയ എന്നിവരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. മിൻഹയുടെ മാതാവ് തബ്സിയയുടെ മൃതദേഹം സംഭവസ്ഥലത്ത് തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ കുമ്പളപ്പാറ മുതൽ ചുങ്കത്തറ വരെ ചാലിയാറിന്റെ വിവിധ തീരങ്ങളിൽ നിന്നും പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും ചേർന്ന മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 6:45 പോത്തുകലിനും കൂനിപ്പാലയ്ക്കും ഇടയിൽ 4 വയസ്സ് തോന്നിക്കുന്ന ആൺകുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടത്. ചാലിയാറിന്റെ മറുകരയിൽ വനത്തിനകത്തെ തരിപ്പപ്പൊടിക്ക് സമീപം മൃതദേഹങ്ങൾ കണ്ടതായി ആദിവാസികൾ അറിയിച്ചുവെങ്കിലും കുത്തിയൊഴിക്കുന്ന ചാലിയാർ മറികടന്ന് എത്താനായി പ്രയാസമാണ്. പിന്നീട് രാവിലെ 11 മണിക്ക് നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ ബോട്ടിൽ മറുകരയിലെത്തിയാണ് ഇവരെയെല്ലാം തിരിച്ച് എത്തിച്ചത്. 12 മണിയോടുകൂടി NDRF സംഘം എത്തിയ ശേഷം കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളും നടത്തുന്നത്. ഇതാദ്യമായാണ് ചാലിയാറിന്റെ തീരത്തുള്ളവർ ഇത്രയും മൃതദേഹങ്ങൾ കാണുന്നത്. ചിതറിത്തെറിച്ച കൈകാലുകളും ശരീരഭാഗങ്ങളും കണ്ടെത്തുമ്പോൾ ഉള്ളുലയുന്ന കാഴ്ച തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. കിട്ടിയ ഭാഗങ്ങൾ തുണിയിലും മറ്റുമായി പൊതിഞ്ഞ് ആളുകൾ ഏറെ ദൂരം നടന്നാണ് ആംബുലൻസിലേക്ക് എത്തുന്നത്. തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയത്. നിലമ്പൂർ ആശുപത്രിയിൽ രാവിലെ 8-നാണ് ആദ്യം മൃതദേഹം എത്തിയത്. ആദ്യം കിട്ടിയ ആൺകുട്ടിയുടേതാണ്. പിന്നാലെ കൂടുതൽ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളും വന്ന് തുടങ്ങിയതോടുകൂടി ആകെയുള്ള 6 ശീതീകരണ മുറിയും നിറയുകയായിരുന്നു. പിന്നെ മൊബൈൽ മോർച്ചറികൾക്കായി തിരച്ചിലായി. ആവശ്യമറിഞ്ഞ വിവിധ ഇടങ്ങളിൽ നിന്ന് യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തനങ്ങളും മൊബൈൽ ശീതീകരണവുമായി ആശുപത്രിയിലേക്ക് കുതിച്ചു. ഇതിനിടെ സൈബർ മുഴക്കി കൂടുതൽ ആംബുലൻസുകൾ ചാലിയാർ തീരത്തേക്കും അവിടെ നിന്ന് മൃതദേഹങ്ങളുമായി ആശുപത്രിയിലേക്കും കുതിച്ചു. സത്യത്തിൽ ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ചാലിയാറിൽ കൂടി ഒഴുകി വരുന്ന ദൃശ്യം കണ്ട നാട്ടുകാരുടെ അടക്കം സമനില തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷെ അപ്പോഴും അതെല്ലാം മറന്ന് ഇവരെ എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് മൃതശരീരങ്ങൾ എത്തിക്കാനുള്ള തിരക്കിലാണ് ചാലിയാർ പുഴയ്ക്ക് അരികിലുള്ള നാട്ടുകാർ എല്ലാവരും. നിലമ്പൂർ നഗരത്തിൽ ഇന്നലെ മുഴുവൻ ആംബുലൻസ് സൈറണുകളുടെ മുഴക്കമായിരുന്നു. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ലഭ്യമാക്കണം, സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം. അടിസ്ഥാന ആശയവിനിമയ യാത്രാ സംവിധാനങ്ങൾ എത്രയും വേഗം ക്രമീകരിക്കണം. കേരളത്തിലും മറ്റും പശ്ചിമഘട്ട പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വർദ്ധിച്ചുവെന്നും പരിസ്ഥിതി ദുർബല പ്രദേശത്തിന്റെ സാഹചര്യം വ്യക്തമാക്കാൻ